89ാമത്തെ വയസ്സിൽ തന്റെ ദുഃഖങ്ങളെ മറികടക്കുന്നതിനുള്ള ഒരു മാർഗമായിട്ട് ജോഗിംഗ് തുടങ്ങുന്ന ഒരു പഞ്ചാബിക്കാരൻ. തുടർന്ന് വിവിധ പ്രായപരിധികളിലായി ഓട്ടത്തിൽ ഒരുപാട് റെക്കോർഡുകൾ സ്വന്തമാക്കുന്നു. 100ാമത്തെ വയസ്സിൽ ഒരു ഫുൾ മാരത്തോൺ റേസ് ഓടി പൂർത്തിയാക്കി ലോകത്തെ ഏറ്റവും പ്രായം കൂടിയ ഓട്ടക്കാരൻ എന്ന ടൈറ്റിൽ കൂടി ഇദ്ദേഹം സ്വന്തമാക്കുകയാണ്. 1911 ഏപ്രിൽ 1 പഞ്ചാബിലെ ജലന്ധർ എന്ന സ്ഥലത്ത് ഒരു കർഷക കുടുംബത്തിലെ 4 മക്കളിൽ 4ാമത്തെ ആളായിട്ടാണ് ഫൗജ സിംഗ് ജനിക്കുന്നത്. തന്റെ 5ാമത്തെ വയസ്സുവരെ അദ്ദേഹത്തിന് നടക്കാനായിട്ട് കഴിഞ്ഞിരുന്നില്ല. ദുർബലവും മെലിഞ്ഞതുമായ കാലുകൾ അദ്ദേഹത്തെ നടക്കാൻ അനുവദിച്ചിരുന്നില്ല എന്ന് പറയുന്നതാവും ശരി. ഇത് കണ്ടിരുന്ന വീട്ടുകാര് കുഞ്ഞു ഫൗജ ഒരു വികലാംഗനാണെന്ന് തന്നെ കരുതിയിരുന്നു. തുടർന്ന് വളരുന്നതിനനുസരിച്ച് കാലുകൾക്ക് സ്വാധീനം ഉണ്ടാവുകയും വീട്ടുകാരെ സഹായിക്കുന്നതിനായിട്ട് കൃഷിയിലേക്ക് തിരിയുകയും ചെയ്തു. എന്നിട്ടും ദീർഘദൂരം നടക്കാനോ പ്രയാസകരമായ കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും ഫൗജ സിംഗിനെ തന്റെ കാലുകൾ അനുഭവിച്ചിരുന്നില്ല. കുട്ടിക്കാലത്തെ പ്രയാസങ്ങളെയൊക്കെ അതിജീവിച്ച് വളർന്ന ഫൗജ സിംഗ് ജിയാൻ കൗർ എന്നൊരു സ്ത്രീയെ ജീവിത പങ്കാളിയായിട്ട് സ്വീകരിക്കുകയും തുടർന്ന് 6 മക്കളുടെ പിതാവാകുകയും ചെയ്യുകയാണ്. ഫൗജ സിംഗിന്റെ വിദ്യാഭ്യാസം, പങ്കാളി, ജീവിതം എന്നിവയെ പറ്റിയുള്ള കൃത്യമായ രേഖകൾ ഇന്ന് ലഭ്യമല്ല. 1992 അപ്രതീക്ഷിതമായ ജിയാൻ കൗറിന്റെ വിയോഗം ഫൗജയെ മാനസികമായി വളരെയധികം തളർത്തുകയുണ്ടായി. തുടർന്ന് ലണ്ടനിലുണ്ടായിരുന്ന 2ാമത്തെ മകനോടൊപ്പം ഇന്ത്യ വിട്ട് ഫൗജ സിംഗ് ലണ്ടനിലേക്ക് പോവുകയാണ്. അവിടെ വെച്ചാണ് ജോഗിംഗ് എന്നൊരു കാര്യം ഫൗജ ശ്രദ്ധിക്കുകയും അതിലേക്ക് തിരിയുകയും ചെയ്തത്. അവിടെ വെച്ച് ഒറ്റപ്പെട്ടു പോയ ഫൗജ സിംഗിന് ജീവിതത്തിൽ ഉണ്ടായിരുന്ന ആകെ സന്തോഷം എന്ന് പറയുന്നത് ഈ ജോഗിംഗ് ആയിരുന്നു. തുടർന്ന് ദിവസവും ജോഗ് ചെയ്യുകയാണ് ഉണ്ടായത്. 1994 5ാമത്തെ മകന്റെ അപ്രതീക്ഷിത വിയോഗം ഫൗജ സിംഗിനെ വീണ്ടും മാനസികമായി വളരെയധികം തളർത്തുകയാണ്. തുടർന്ന് തന്റെ ദുഃഖങ്ങളെ അതിജീവിക്കുന്നതിനായിട്ട് ജോഗിംഗ് തന്നെയാണ് ഒരു മാർഗം എന്ന് കാണുന്ന ഫൗജ സിംഗ് പതിയെ അവിടെ വെച്ച് നടന്ന ഓരോ മാരത്തോൺ മത്സരങ്ങളിൽ പങ്കെടുക്കുകയാണ്. വർഷം 2000 ലണ്ടനിൽ വെച്ച് നടന്ന ഒരു ചാരിറ്റി പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ഓട്ട മത്സരത്തിൽ ഫൗജ സിംഗ് പങ്കെടുക്കുകയാണ്. അന്ന് ഫൗജ സിംഗിന്റെ പ്രായം 89. 89ാമത്തെ വയസ്സിൽ ആ ഓട്ട മത്സരം 6 മണിക്കൂർ 22 മിനിറ്റിൽ കംപ്ലീറ്റ് ആക്കിക്കൊണ്ട് ലോക ശ്രദ്ധ പിടിച്ചു പറ്റുകയാണ് ഫൗജ സിംഗ്. ഈ വളർച്ചയുടെ ഭാഗമായിട്ട് കിട്ടിയ ഒരു പേഴ്സണൽ ട്രെയിനർ ഹമീന്ദർ സിംഗ് ഫൗജ സിംഗിനെ കൃത്യമായി നിരീക്ഷിക്കുകയും വേണ്ട മാർഗനിർദ്ദേശങ്ങൾ കൊടുത്ത് ട്രെയിൻ ചെയ്ത് അദ്ദേഹത്തെ കൂടുതൽ മത്സരങ്ങളിലേക്ക് പ്രാപ്തനാക്കുകയാണ്. അന്ന് ഫൗജ സിംഗിന് എതിരാളികൾ വളരെ കുറവായിരുന്നു. കാര്യം 90ാമത്തെ വയസ്സിൽ അദ്ദേഹത്തോടൊപ്പം ഓടാനും മത്സരങ്ങളിൽ പങ്കെടുക്കാനും ഒന്നും ആരും ശ്രമിച്ചിരുന്നില്ല എന്നതാണ് സത്യം. 2011 തന്റെ 100ാമത്തെ വയസ്സിൽ ലോകത്തെ മാരത്തോൺ ഓടുന്ന ആദ്യ ശതാബ്ദിക്കാരൻ എന്ന പേര് കൂടി ഫൗജ സിംഗിന് ലഭിക്കുകയാണ്. തുടർന്ന് വാട്ടർ ഫ്രണ്ടിൽ വെച്ച് നടന്ന ഓട്ട മത്സരം 8 മണിക്കൂർ 54 മിനിറ്റിൽ കംപ്ലീറ്റ് ആയിക്കൊണ്ട് അത് ലോക റെക്കോർഡിന് അർഹമാവുകയാണ്. പക്ഷേ കൃത്യമായ ജീവിതരേഖയോ അല്ലെങ്കിൽ ജനന സർട്ടിഫിക്കറ്റോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ആ റെക്കോർഡ് ഫൗജ സിംഗിന് നഷ്ടമാവുകയാണ്. തുടർന്ന് BBC ന്യൂസിലുണ്ടായ ഒരു ഇന്റർവ്യൂവർ ഫൗജ സിംഗിനോട് ചോദിക്കുകയുണ്ടായി, നിങ്ങൾക്ക് ഈ റെക്കോർഡ് നഷ്ടമായതിനെ പറ്റി എന്താണ് പറയാനുള്ളത്? സിമ്പിളായിട്ട് ഫൗജ സിംഗ് മറുപടി പറഞ്ഞു, റെക്കോർഡോ? എന്ത് റെക്കോർഡ്? എനിക്ക് റെക്കോർഡൊന്നും ആവശ്യമില്ല. ഞാൻ റെക്കോർഡിന് വേണ്ടിയല്ല ഓടുന്നത്. ഓട്ടം എൻ്റെ ഒരു വിനോദം മാത്രമാണ്. പിൽക്കാലത്ത് ഈ റെക്കോർഡ് ഫൗജ സിംഗിന് ലഭിക്കുകയുണ്ടായി. പാസ്പോർട്ടിലും മറ്റു രേഖകളിലും ജനനത്തീയതി 1911 എന്ന് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. കൂടാതെ തന്റെ 100ാമത്തെ ജന്മദിനത്തിന് ഇതിഹാസ ഓട്ടക്കാരന് എലിസബത്ത് രാജ്ഞിയുടെ കയ്യിൽ നിന്ന് ജന്മദിന ആശംസകളൊക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. 2012 നടന്ന ബ്രിട്ടീഷ് ഒളിമ്പിക്സിന്റെ ദീപശിഖ വാഹകൻ കൂടിയായിരുന്നു ഫൗജ സിംഗ്. തന്റെ 101ാമത്തെ വയസ്സിൽ കായിക ലോകത്തിൽ നിന്ന് വിരമിക്കുമ്പോൾ ചൈനയിൽ വെച്ച് നടന്ന 10 കിലോമീറ്റർ ഓട്ട മത്സരം 1 മണിക്കൂർ 32 മിനിറ്റിൽ കംപ്ലീറ്റ് ആക്കിക്കൊണ്ടാണ് ഫൗജ സിംഗ് വിരമിക്കുന്നത്. ഫൗജ സിംഗിന്റെ ജീവചരിത്രം 2012 ടർബൻഡ് ടൊർണാഡോ എന്ന പേരിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. തുടർന്ന് 2021 ഫൗജ എന്നുള്ള പേരിൽ ഒരു ബയോപിക് കൂടി പ്രസിദ്ധീകരിക്കപ്പെട്ടു. ഇതുകൂടാതെ വളരെയധികം അവാർഡുകൾ ഫൗജ സിംഗിന് കിട്ടിയിട്ടുണ്ട്. അതിൽ പ്രധാനമാണ് 2011 കിട്ടിയ പ്രൗഡ് ഓഫ് ഇന്ത്യ പട്ടം. സ്വപ്നങ്ങളെ സ്വന്തമാക്കുന്നതിന് പ്രായം ഒരു പ്രശ്നമല്ല എന്ന് നമ്മളെ പഠിപ്പിച്ച ഇതിഹാസ ഓട്ടക്കാരൻ 2025 ജൂലൈ 14 തന്റെ 114ാമത്തെ വയസ്സിൽ ഒരു വാഹനാപകടത്തിൽ മരിക്കുകയാണ്.